ഒരിക്കൽ ഒരു രാജാവിൻ്റെ പത്നി കടുത്ത രോഗബാധിതയായി. ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്ന് ധാരാളം തേൻ കുടിക്കുക എന്നതായിരുന്നു. രാജാവിൻ്റെ ഖജനാവിൽ ധാരാളം തേൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ തേൻ എടുക്കുവാൻ തയ്യാറാവാതെ അദ്ദേഹം പ്രജകളെയെല്ലാം വിളിച്ചു വരുത്തി. അവരോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖജനാവിൽ ധാരാളം തേനുണ്ട്, പക്ഷേ അത് രാജ്യത്തിൻ്റെ പൊതുസ്വത്താണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അനുവദിച്ചാൽ മാത്രമേ ഞാൻ ആ തേൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ജനമെല്ലാം കരഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, തീർച്ചയായും അതെടുത്ത് അങ്ങയുടെ പത്നിക്ക് കൊടുക്കണം. എന്നിട്ട് അവർ പറഞ്ഞു, മഹാനായ അങ്ങ് ഇങ്ങനെയായാൽ ഭാവിയിൽ വരുവാനിരിക്കുന്ന രാജാക്കന്മാർ എന്തു ചെയ്യും? ഇതൊരു വലിയ പ്രശ്നമാണ്. മുൻപ് ഒരു ഓഫീസിലുണ്ടായിരുന്ന ജോലിക്കാർ എല്ലാവരും അഴിമതിക്കാരോ കൈക്കൂലിക്കാരോ ആയിരുന്നെങ്കിൽ പുതിയതായി വരുന്ന ഒരാൾ അങ്ങനെ ആവരുതെന്ന് സ്വയം കരുതിയാൽ അയാൾക്ക് മുൻപോട്ട് പോകുവാൻ വലിയ പ്രയാസമാണ്. അതേപ്രകാരം ഒരു ഓഫീസിൽ എല്ലാവരും കൈക്കൂലി വാങ്ങുന്നവരെങ്കിൽ കൈക്കൂലി വാങ്ങിയില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള വ്യക്തി വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ഒരാൾക്ക് മാത്രമായി വ്യത്യസ്തനായി ജീവിക്കുവാൻ വലിയ പ്രയാസമാണ്. എല്ലാവരും ചെയ്യുന്നത് പുതിയൊരാൾ ആവർത്തിക്കുമ്പോൾ അതിൽ പുതുമയൊന്നും ഉണ്ടാവുകയില്ല. ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയുമില്ല. മിക്കവാറും എല്ലാവരും സ്വീകരിക്കുന്ന മാർഗവും അതുതന്നെയാണ്. എന്നാൽ സൗകര്യങ്ങളെക്കാൾ അധികം സത്യവും നീതിയും നിലനിർത്തുവാൻ പ്രയത്നിക്കേണ്ടവരല്ലേ നാം? അതിനായി നമുക്കും സമർപ്പിതരാവാം. നിന്റെ നീതിയുള്ള വിധികളെ പ്രമാണിക്കുമെന്ന് ഞാൻ സത്യം ചെയ്തു, അത് ഞാൻ നിവർത്തിക്കുമെന്ന് നാം വചനത്തിൽ വായിക്കുന്നു.